Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതേപോലെ സബ്ഷെല്ലുകളൊക്കെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സബ്ഷെല്ലുകളുടെ എനർജി ഊർജം കൂടി വരുന്ന ക്രമവും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു എനർജി കൂടി വരുന്ന ക്രമമാണ് നിങ്ങൾ ഇപ്പോൾ ബോർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ വിന്യസിപ്പിക്കുന്ന രീതി അഥവാ ഇലക്ട്രോണുകളെ സബ്ഷെല്ലുകളിൽ കൊടുക്കുന്ന രീതിയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നറിയപ്പെടുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ ഇലക്ട്രോണുകളെ കൊടുക്കേണ്ടത് ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെല്ലിലായിരിക്കണം. അതിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഊർജം അഥവാ എനർജി കൂടിയ സബ്ഷെല്ലിൽ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, എസില് പരമാവധി 2, പിയില് പരമാവധി 6, ഡിയില് പരമാവധി 10, എഫില് പരമാവധി 14. ഈ ഒരു പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പ്രത്യേകം ഓർമ്മിച്ചു വെക്കും. അതേപോലെ ഈ ഒരു ക്രമം, ഈ ഒരു ഓർഡർ, സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം പ്രത്യേകിച്ച് ഓർമ്മിച്ചു വെക്കുക. തൽക്കാലം നിങ്ങൾ 10ാം ക്ലാസ് ലെവലില് 3D വരെ ഓർമ്മിച്ചു വെച്ചാൽ മതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, 3P കഴിഞ്ഞിട്ട് 3D അല്ല, 3P കഴിഞ്ഞിട്ട് 4S, 4S കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്. കാരണം 3P യേക്കാളും എനർജി കൂടുതൽ 4S, 4Sനേക്കാളും എനർജി കൂടുതലാണ് 3Dക്ക്. അതുകൊണ്ടാണ് 3D 4Sന് ശേഷം വന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ചില ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി നോക്കാം. എക്സാമ്പിൾ, ലിഥിയം അറ്റോമിക് നമ്പർ 3. ലിഥിയത്തില് 3 ഇലക്ട്രോണുകളാണുള്ളത്. ഈ 3 ഇലക്ട്രോണുകളെ ഏത് രീതിയിൽ സബ്ഷെല്ലുകളിൽ കൊടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഏറ്റവും ഊർജം എനർജി കുറഞ്ഞ സബ്ഷെല്ലായ 1s കൊടുക്കാം. എസിൽ പരമാവധി 2 ഇലക്ട്രോൺസ്. അപ്പൊ ആ 2 ഇലക്ട്രോണുകളെ 1s കൊടുക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്ഷെല്ലിന്റെ മുകളിലായിട്ടാണ് ഇലക്ട്രോണുകളെ കൊടുക്കുന്നത്. 1s2. ബാക്കി 1 ഇലക്ട്രോൺ കൂടിയുണ്ട്, കാരണം അറ്റോമിക് നമ്പർ 3 ആണ്. ബാക്കിയുള്ള 1 ഇലക്ട്രോണിനെ അടുത്ത സബ്ഷെല്ലായ 2s കൊടുക്കുന്നു. therefore 2s1. ഓർമ്മിച്ചുക, 2sലെ എസില് 2 പരമാവധി ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെങ്കിൽ 2 നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ ആകെ 3 ഇലക്ട്രോണുകളേ ഉള്ളൂ. അതിൽ 2 1s കൊടുത്തു, ബാക്കിയുള്ള 1 2s കൊടുത്തു. അതായത് 1s2 2s1 എന്നതാണ് ലിഥിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അതേപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ, ബോറോൺ അറ്റോമിക് നമ്പർ 5. 5 ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു ബോറോണിൽ. ഫസ്റ്റ് ഏറ്റവും എനർജി കുറഞ്ഞ 1s, 1sൽ പരമാവധി 2. അടുത്തതായി 2s, 2sനും പരമാവധി 2 ഇലക്ട്രോൺസ് കൊടുത്തു. 2 + 2 4 ആയിട്ടേ ഉള്ളൂ. ബോറോണിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്, ഒന്നുകൂടി ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ആ ഒരു ഇലക്ട്രോണിനെ 2s കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ഊർജം കൂടിയ സബ്ഷെൽ 2p അതിലേക്ക് കൊടുക്കുന്നു. therefore 2p1. 2 + 2 4, 4 + 1 5. നമ്പർ 5 ഇലക്ട്രോണുകൾ നമ്മൾ വിവിധ സബ്ഷെല്ലുകളിൽ കൊടുത്തു കഴിഞ്ഞു. therefore electronic configuration of boron is 1s2 2s2 2p1. clear? Next example,
sodium, atomic number 11. Sodium contains 11 electrons. Therefore, first 1s ൽ 2 എണ്ണം കൊടുക്കുന്നു. Then ഊർജം എനർജി കൂടിയ നെക്സ്റ്റ് സബ്ഷെൽ 2s അതിൽ 2 കൊടുത്തു. കഴിഞ്ഞില്ല. നെക്സ്റ്റ് സബ്ഷെൽ 2p. 2p ല് 6 വരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് 2p ല് 6 കൊടുത്തു. എണ്ണി നോക്കാം. 2 + 2 4, 4 + 6 10, 10 ആയിട്ടേ ഉള്ളൂ. അറ്റോമിക് നമ്പർ 11 ആണ്. ഒന്നുകൂടി ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ആ ഒരു ഇലക്ട്രോണിനെ 2p കഴിഞ്ഞാൽ നെക്സ്റ്റ് സബ്ഷെൽ 3s ലേക്ക് കൊടുക്കുന്നു. 3s1 കൂട്ടി നോക്കാം. 2 + 2 4, 4 + 6 10, 10 + 1 11. ഓക്കെ, 11 ഇലക്ട്രോണുകളെ വിവിധ സബ്ഷെല്ലുകളിൽ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇതാണ് സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. നെക്സ്റ്റ് എക്സാമ്പിൾ, chlorine, atomic number 17. Chlorine contains 17 electrons. 17 ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു ക്ലോറിനിൽ. ഫസ്റ്റ് ഏറ്റവും ഊർജം കുറഞ്ഞ 1s, 1s ൽ 2 കൊടുത്തു. അടുത്ത ഊർജം കൂടിയത് എനർജി കൂടിയത് 2s, അതിലും 2 കൊടുത്തു. നെക്സ്റ്റ് എനർജി കൂടിയത് 2p, 6 കൊടുത്തു. അടുത്ത എനർജി കൂടിയത് 3s. ഓർമ്മിച്ചു വെക്കുക, അറ്റോമിക് നമ്പർ 17 ആണ്. 3s ൽ 2 കൊടുത്തു. നെക്സ്റ്റ് 3p ല് 6 ഇലക്ട്രോൺസ് വരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെങ്കിൽ 6 ഇലക്ട്രോൺ കൊടുക്കാൻ സാധിക്കില്ല. കാരണം 2 + 2 4, 4 + 6 10, 10 + 2 12. 12 ആയി. അറ്റോമിക് നമ്പർ 17. 12 കഴിച്ച് ബാക്കി 5 എണ്ണം. ആ 5 എണ്ണത്തെ 3p ലേക്ക് കൊടുക്കുന്നു. Therefore 3p5. അതുകൊണ്ട് ഇതാണ് ക്ലോറിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. നെക്സ്റ്റ് എക്സാമ്പിൾ, അറ്റോമിക് നമ്പർ 19, 19 പൊട്ടാസ്യം. യെസ്, നിങ്ങൾ പറ. ഫസ്റ്റ് 1s2, 2s2, 2p6, 3s2, 3p6. ടോട്ടലി കൂട്ടി നോക്ക്. ടോട്ടൽ ഇപ്പോൾ 18 ആയി. ഒന്നുകൂടി ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളത് 3p കഴിഞ്ഞാൽ അടുത്ത എനർജി കൂടിയ സബ്ഷെല്ലായ 4s ലേക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ള ഒന്ന് 4s ൽ വരുമ്പോൾ 4s1. നെക്സ്റ്റ് എക്സാമ്പിൾ, അറ്റോമിക് നമ്പർ 21 സ്കാൻഡിയം. നിങ്ങൾ ശ്രദ്ധിക്കുക, അറ്റോമിക് നമ്പർ 30 വരെ പീരിയോഡിക് ടേബിളിൽ നോക്കിയിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. അപ്പം 21 സ്കാൻഡിയം, സിമ്പൽ പ്രതീകം വരുന്നത് Sc. 21 ഇലക്ട്രോണുകൾ ഉണ്ട്. 21 ഇലക്ട്രോണുകളെ ഈ വിവിധ സബ്ഷെല്ലുകളിൽ എനർജി കൂടി വരുന്ന ക്രമത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 4s2. ഇപ്പം ടോട്ടൽ 20 ആയി. 21 ആണ് അറ്റോമിക് നമ്പർ. ഒന്ന് ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളതിനെ 4s ൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 3d ലേക്ക് കൊടുക്കുന്നു. 3d1. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഓർഡർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഈ ഓർഡർ പ്രകാരം മാത്രമേ ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് അറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 30ന് ശേഷമുള്ളത് നിങ്ങൾക്ക് ഏതാണ് പഠിക്കാനില്ല. 30 വരെ ഉള്ളത് നിങ്ങൾ പഠിക്കേണ്ടല്ലോ. അറ്റോമിക് നമ്പർ 21 സ്കാൻഡിയം മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഈ ഒരു ഓർഡറിൽ അഥവാ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തതിന് ശേഷം എഴുതുമ്പോൾ നമ്മൾ മാറ്റി എഴുതണം. അതായത് 3D ആദ്യം എഴുതണം, 4s പിന്നീട് എഴുതണം. ഞാൻ താഴെ എഴുതി കാണിക്കാം. 1s2, 2s2, 2p6, 3s2, 3p6. 3p6 കഴിഞ്ഞിട്ട് എഴുതുന്ന സമയത്ത് 3D ഫസ്റ്റ് എഴുതാം, 3d1, അതിനുശേഷം 4s എഴുതാം, 4s2. കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എനർജി ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത്. ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എഴുതുന്ന സമയത്ത് 3D ആദ്യം എഴുതിയിട്ട് 4s രണ്ടാമത് എഴുതണമെന്നാണ് കാര്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ട്രോൺസിന്റെ എണ്ണമൊന്നും മാറിപ്പോകാൻ പാടില്ല. 3p കഴിഞ്ഞിട്ട് 3D എഴുതുന്നു, അതിനുശേഷം 4s എഴുതുന്നു, ഇത്ര മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിൾ, വനേഡിയം അറ്റോമിക് നമ്പർ 23. 23 ഇലക്ട്രോണുകൾ ഉണ്ട്. 1s2, 2s2, 2p6, 3s2, 3p6. 3p കഴിഞ്ഞാൽ നെക്സ്റ്റ് 4s, 4s2. അറ്റോമിക് നമ്പർ 23 ആണ്. 20 ഇലക്ട്രോൺസുകൾ നമ്മളിപ്പോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 3 ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. ആ 3 ഇലക്ട്രോൺസിനെ 4s കഴിഞ്ഞാൽ നെക്സ്റ്റ് 3D യിലേക്ക് കൊടുക്കാം, 3d3. ടോട്ടൽ 23 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ ഒരു ഓർഡറിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നതെങ്കിലും ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി കൊടുക്കുക. അപ്പൊ ആൻസർ ഇങ്ങനെ വരും: 1s2, 2s2, 2p6, 3s2, 3p6, 3d3, 4s2. ആദ്യം 3D എഴുതി, പിന്നീട് 4s എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പം വനേഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് എക്സാമ്പിൾ, അറ്റോമിക് നമ്പർ 30 Zn. നിങ്ങൾ പറ, ഫസ്റ്റ് ഏത് സബ്ഷെല്ലിൽ കൊടുക്കണം? യെസ്, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d. ടോട്ടൽ 20 ആയി. 30 ആകാൻ 10 കൂടി, 3d10 ഇലക്ട്രോണുകളെ എനർജി കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്തു. ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6. 3p6 കഴിഞ്ഞിട്ട് 3d എഴുതുന്നു, പിന്നീട് 4s എഴുതുന്നു. 3d10, 4s2. ഓക്കെ, അപ്പോ അറ്റോമിക് നമ്പർ 1 മുതൽ 30 വരെയുള്ള ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നിങ്ങളെ കെമിസ്ട്രി നോട്ട്ബുക്സ് എടുത്തിട്ട് അതിൽ റെക്കോർഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 മുതൽ 30 വരെയുള്ള ആറ്റങ്ങളിലെ 2 കേസിൽ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്, ചെറിയ മാറ്റമുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. പബ്ലിക് എക്സാമിനും നിങ്ങളുടെ എല്ലാ എക്സാമിനും ഷുവർ ക്വസ്റ്റ്യൻ ആയ 2 ഉണ്ട്. അതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ആ 2 മാത്രം പ്രത്യേകം നോട്ട് ചെയ്യുക. ബാക്കി എല്ലാത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്രകാരമാണ്. 2 പ്രത്യേകം നോട്ട് ചെയ്യുക. അതിൽ ഒന്ന് അറ്റോമിക് നമ്പർ 24 ക്രോമിയം Cr, മറ്റൊന്ന് അറ്റോമിക് നമ്പർ 29 കോപ്പർ. ഇതിന്റെ 2 കേസിൽ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, പറ. ക്രോമിയത്തിന്റെ നമ്മൾ ഇതുവരെ പഠിച്ചത് പ്രകാരം എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6. 3p കഴിഞ്ഞാൽ 4s2, 3d. വരും
4s2 ആകുമ്പോൾ 20, 24 ആണ് 4 ബാക്കിയുള്ള 4നെ 3Dയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3D4. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ കോപ്പറിന്റെ ശ്രദ്ധിക്കുക. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 20 ബാക്കി 9 ഉണ്ട്, 3D9. ഇത് പ്രകാരമാണ് നമ്മൾ പഠിച്ചത്. പക്ഷെങ്കിൽ ചെറിയൊരു മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് ഡി സബ്ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പൂർണ്ണമായി നിറഞ്ഞ ഇലക്ട്രോൺ വിന്യാസം അഥവാ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. പ്രത്യേകം നോട്ട് ചെയ്യാം. ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്. പരമാവധി 10 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയെ ഡി സബ്ഷെല്ലിനുള്ളൂ. ആ 10 ഇലക്ട്രോണും ഡി സബ്ഷെല്ലിൽ ഉണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെ നമുക്ക് പൂർണ്ണമായി നിറഞ്ഞ ഇലക്ട്രോൺ വിന്യാസം അഥവാ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. ഇനി മറ്റൊന്ന്, 10ന്റെ പകുതി 5, ഡിയിൽ 5 ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് പകുതി നിറഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ പകുതി നിറഞ്ഞ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. 2 കേസ്. ഡി സബ്ഷെല്ലിൽ 5 അല്ലെങ്കിൽ ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസ് വരുന്ന കേസിൽ ആ ആറ്റത്തിന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും അഥവാ കൂടുതൽ സ്ഥിരത ഉണ്ടാകും. 3Dയിൽ 5ഓ 3Dയിൽ 10ഓ വന്നു കഴിഞ്ഞാൽ ആ ആറ്റത്തിന് കൂടുതൽ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ലഭിക്കും. നിങ്ങൾ നോക്കിക്കോ, നമ്മളിപ്പോ ഇതിന്റെ കേസില് ക്രോമിയത്തിന്റെ കേസിൽ 3D4 ആണുള്ളത്. ആ 3Dയിൽ ഒന്നുകൂടി വന്നാല് 3D5 ആകും. 3D4 ആണുള്ളത്. ഒന്നുകൂടി വന്നാല് 3D5 ആകും. ഒന്നുകൂടി വന്നിട്ട് 5 ആയി കഴിഞ്ഞാൽ ക്രോമിയത്തിന് സ്റ്റെബിലിറ്റി സ്ഥിരത ഒന്നുകൂടി കൂടും. അതിനു വേണ്ടിയിട്ട് 4sൽ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2ൽ ഒന്നിനെ പിടിച്ചിട്ട് 3Dയിലേക്ക് മാറ്റുന്നു. പ്രത്യേകം നോട്ട് ചെയ്യാം. 4sൽ 2 ഇലക്ട്രോണും 3Dയിൽ 4 ഇലക്ട്രോണും ഉള്ളത്. 4sലുള്ള ഒരു ഇലക്ട്രോണിനെ 3Dയിലേക്ക് മാറ്റുന്നു. അപ്പൊ എങ്ങനെ വരും? 4s1 3D5. 3Dയിൽ 5 വന്നാലോ ആ ആറ്റത്തിന് സ്റ്റെബിലിറ്റി സ്ഥിരത കൂടി. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. ക്രോമിയത്തിന്റെ കേസിൽ 4sൽ 2 ഇലക്ട്രോൺസിനെ കൊടുക്കേണ്ട ആവശ്യമില്ല. 4sൽ 1 ഇലക്ട്രോണിനെ കൊടുക്കുക, ബാക്കി 3Dയിലേക്ക് കൊടുക്കുക. ഇവിടെ സംഭവിച്ചത് 4sലുള്ള ഒരു ഇലക്ട്രോണിനെ 3Dയിലേക്ക് മാറ്റിയത്. ഓക്കെ, that is 1 electron is promoted from 4s to 3D. Similarly, അതേപോലെ കോപ്പറിന്റെ കേസിൽ 3D9 ആണുള്ളത്. ഒന്നുകൂടി വന്നാൽ 3D10 വരും. അപ്പം കൂടുതൽ സ്റ്റെബിലിറ്റി സ്ഥിരത നേടാം. അതിനു വേണ്ടിയിട്ട് 4sലുള്ള 2 ഇലക്ട്രോണിൽ ഒന്നിനെ 3Dയിലേക്ക് മാറ്റുന്നു. അപ്പൊ എങ്ങനെ വരും? 4s1 3D10. ഇപ്പോൾ കോപ്പറിനും സ്റ്റെബിലിറ്റി കൂടി, സ്ഥിരത കൂടി. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അറ്റോമിക് നമ്പർ 24 ആയ ക്രോമിയത്തിന്റെയും അറ്റോമിക് നമ്പർ 29 ആയ കോപ്പറിന്റെയും കേസിൽ 4sൽ പരമാവധി 1 ഇലക്ട്രോൺ കൊടുത്താൽ മതി. 4sൽ 2 ഇലക്ട്രോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ മാറ്റമൊന്നുമില്ല. അപ്പം 1 മുതൽ 30 വരെ പ്രത്യേകം എഴുതി പഠിക്കുക. ഈ 2 എണ്ണത്തിന്റെ കേസ് പ്രത്യേകം നോട്ട് ചെയ്യാം. ഞാൻ ഇവിടെയും കൂടി ഫില്ല് ചെയ്യാം. അപ്പൊ 1s2 2s2 2p6 3s2 3p6 4s1 3d5. ഇതാണ് കറക്റ്റ്. ഇത് ക്രോമിയത്തിന്റെ കേസിൽ തെറ്റാണ്.
ഇതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുന്നു. 3D ആദ്യം, 4s പിന്നീട്. അപ്പൊ എങ്ങനെ വരൂ? 1:2, 2:2, 2p6, 3s2, 3p6, 3d5, 4s1. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഇതേപോലെ കോപ്പറിന്റെ കേസിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10. ഇതാണ് കറക്റ്റ്. ഇത് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കുന്നു. മാറ്റി എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. അറ്റോമിക് നമ്പർ 24 ക്രോമിയത്തിന്റെയും അറ്റോമിക് നമ്പർ 29 കോപ്പറിന്റെയും കേസിൽ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. കേസ് ഓർമ്മിച്ചു വെക്കുക. പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞതോ ആയ ഇലക്ട്രോൺ വിന്യാസം കൂടുതൽ സ്ഥിരത ഉള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് exactly half filled and completely filled electronic configurations are more stable. To get this extra stability, one electron is promoted from 4s to 3d. In the case of chromium, atomic number 24, and copper, atomic number 29. Note the point.